electronic equipments, digital, most of the digital technology ആണ്. സോ നമ്മൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. ഡിസ്ക്രീറ്റ് ടൈം കുറച്ച് മുന്നേ ഒക്കെ ഉണ്ടായിരുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ മോസ്റ്റ്ലി അനലോഗിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. ബട്ട് ഇപ്പോഴെന്താണ്? ഇപ്പം മോസ്റ്റ് ഓഫ് ഓൾ എക്യുപ്മെന്റ്സ് എന്താണ്? ഡിജിറ്റലൈസ്ഡ് ആണ്. എല്ലാം ഡിജിറ്റൽ സിഗ്നൽസിൽ വർക്ക് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ്. ഓക്കെ, സോ ഈ സാമ്പിളിംഗ് എന്നുള്ള പ്രോസസ്സിന് ഇപ്പം ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താണ്? നമുക്ക് നോർമലി ഉള്ള അനലോഗസ് സിഗ്നൽ ഓർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് പ്രോസസ്സിംഗ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ഓർ അത് പ്രോസസ്സിംഗ് ചെയ്യുന്നതിനെക്കാട്ടും എളുപ്പത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് പ്രോസസ്സിംഗ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനെ അതിന്റെ കറസ്പോണ്ടിങ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവർ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. Okay, so sampling is a process of converting a continuous time signal into a discrete time signal. Okay, most of the signals that we encounter in practice are analog or continuous time signals, but processing of discrete time signal is more flexible and often preferable than processing continuous time signal. Okay, this is due to the dramatic development of digital technology over past few decades, resulting in an availability of cheap, compact, programmable and easily reproducible discrete time or digital systems. Okay, അപ്പോൾ ഇപ്പൊ നമുക്ക് എന്താണ്? ഫുൾ ഡിജിറ്റലൈസ്ഡ് ആണ്, എല്ലാം ഡിജിറ്റൽ സിസ്റ്റംസ് ആണ്. നമുക്ക് അതിന് എന്താണ്? അത് ചീപ്പായിട്ട് അവൈലബിൾ ആണ്, കോമ്പാക്ട് ആണ്, പ്രോഗ്രാമബിൾ ആണ്, ഈസിലി റീപ്രൊഡ്യൂസിബിൾ ആണ്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള സിസ്റ്റംസ് ആണ്. അവിടേക്ക് യൂസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ടൈം ആണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. Okay, so therefore we usually convert an analog signal to its digital form for processing it. Okay, അപ്പം ഇപ്പോൾ ഈ അനലോഗ് സിഗ്നൽസ് ടു ഡിജിറ്റൽ സിഗ്നൽ കൺവേർഷൻ അല്ലെങ്കിൽ സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഇപ്പൊ നല്ല സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ മോസ്റ്റ് ഓഫ് ദ സിഗ്നൽസും ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. സോ നമ്മൾ നോർമലി അവൈലബിൾ ആയി കിട്ടുന്നത് എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ള സിഗ്നൽസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ അനലോഗസ് ആയിരിക്കും. ഓക്കെ, അതിനൊക്കെ എന്നിട്ട് എന്ത് ചെയ്യണം? By using sampling process, we have to convert it into corresponding digital signals or discrete time signals. Okay, അതിനുശേഷമേ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എക്യുപ്മെന്റിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഒരു സിമ്പിൾ ഫ്ലോ ചാർട്ട് കാണാൻ പറ്റും. ഫ്ലോ ചാർട്ട് ഇൻ ദ സെൻസ് ആ ഒരു പ്രോസസ്സിംഗ് എങ്ങനെയാണ്? ഓക്കെ, അനലോഗ് സിഗ്നൽ, റിയൽ ടൈം പ്രാക്ടിക്കൽ സിഗ്നൽ എക്സ് ഓഫ് ടി. ഓക്കെ, നമുക്ക് എപ്പോഴും ഇവിടെ പ്രാക്ടിക്കലി കിട്ടുന്നത് എന്താണ്? അനലോഗ് സിഗ്നൽസ് ആണ്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അനലോഗ് സിഗ്നൽസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ ബൈ യൂസിങ് സാമ്പിളിംഗ് പ്രോസസ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ ബൈ യൂസിങ് ക്വാണ്ടൈസേഷൻ പ്രോസസ് ക്വാണ്ടൈസ്ഡ് ഡിജിറ്റൽ ടൈം സിഗ്നൽസ് ആക്കി മാറ്റും, ഓർ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആക്കി മാറ്റും. ദെൻ ബൈ യൂസിങ് കോഡിംഗ് ഡിജിറ്റൽ കോഡ്സ് ആക്കി മാറ്റും. ഇനി ഈ ഡിജിറ്റൽ കോഡ്സ് ആണ് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിഫറെന്റ് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിലേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലേക്ക് കൊടുക്കുന്നത് എന്താണ്? ഡിജിറ്റൽ കോഡ്സ് ആണ്. ഓക്കെ, അപ്പൊ അനലോഗ് സിഗ്നൽസിനെ സാമ്പിളിംഗ് വഴി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആക്കും. ദെൻ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ ക്വാണ്ടൈസേഷൻ വഴി ക്വാണ്ടൈസ്ഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആക്കും. ദെൻ ബൈ യൂസിങ് കോഡിംഗ് പ്രോസസ് ദേ ആർ കൺവേർട്ടഡ് ഇൻടു ഡിജിറ്റൽ കോഡ്സ്. ഓക്കെ, ആൻഡ് നമ്മളിപ്പോ ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് ഈ രീതിയിൽ ഡിജിറ്റൽ കോഡ്സ് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് വിൽ ബി ഓൾസോ ഡിജിറ്റൽ കോഡ്സ്. ഓക്കെ, ഇനി അതിനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റണം, അല്ലെങ്കിൽ ഒരു അനലോഗ് സിഗ്നൽസ് ആക്കണമെങ്കിൽ ഇതേ പ്രോസസ് തന്നെ റിപ്പീറ്റ് ചെയ്യും. ആ ഡിജിറ്റൽ കോഡ്സിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആക്കും. ദെൻ അതിനെ അഗെയിൻ എന്ത് ചെയ്യും? ഒറിജിനൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, അത് സാമ്പിളിംഗ് അല്ലാതെ തിരിച്ച് ഒറിജിനൽ സിഗ്നൽസ് റിട്ടേൺ ചെയ്യുന്ന വേറൊരു പ്രോസസ്. ഓക്കെ, അപ്പം അത് യൂസർ സൈഡിൽ നമുക്ക് എന്താണ്? അനലോഗസ് ആയിട്ട് തന്നെ സിഗ്നൽസ് കിട്ടും. ഈ ഓപ്പറേഷൻസ് ഒക്കെ ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? വാട്ട് ഈസ് സാമ്പിളിംഗ്? ബൈ ഡെഫിനിഷൻ എന്താണ്? സാമ്പിളിംഗ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഇൻടു എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഓക്കെ, അതാണ് സാമ്പിളിംഗ്. സാമ്പിളിംഗിൽ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ആണ് എക്സ്പ്ലെയിൻ സാമ്പിളിംഗ് തിയറം ചോദിക്കും. സോ നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം.
പിന്നെ ഇവിടെ വാലിയാസിങ് എഫക്ട് ആൻഡ് വാട്ട് ഈസ് ക്രൈറ്റീരിയൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. സാമ്പിളിംഗ് തിയറം പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, പിന്നെ ഈ സാമ്പിളിംഗ് ഒന്ന് രണ്ട് ന്യൂമറിക്കൽസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്ന് രണ്ട് ന്യൂമറിക്കൽസ് ചെയ്ത് നോക്കാം. ഓക്കെ, then the process of sampling, and then the process of converting a continuous time signal into a discrete time sample is called sampling. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇതെന്താണ്? ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഒരു അനലോഗസ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ്. അതാണ് നമ്മൾ ഈ സാമ്പിളറിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ സാമ്പിളറിൽ ആക്ച്വലി നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു സ്വിച്ച് ഉണ്ട്. ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ആണ്. ഓക്കെ, എക്സ് ഓഫ് എൻ ഇൻറ്റു ടി എസ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ്. ഓക്കെ, സാമ്പിളറിൽ ഇതുപോലെ ഒരു സ്വിച്ച് കണക്ട് ചെയ്തു എന്ന് വെക്കാം. ഈ സ്വിച്ച് is closed once in a TS seconds. Okay, switch S is closed once in a TS seconds. ഓരോ ടൈം പീരീഡ് ടി എസ് എത്തുന്ന സമയത്ത് ആ സ്വിച്ച് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കും. നോർമലി അത് ഓപ്പൺ ആയിട്ടാണ്, ബട്ട് ഓരോ പെർട്ടിക്കുലർ ടൈം പീരീഡ് നമ്മൾ വെച്ചു, ടി എസ് ഈക്വൽ ടു എത്രയെങ്കിലും സെക്കൻഡ്സ് വെക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഈച്ച് സെക്കൻഡ്സ് എത്തുന്ന സമയത്ത് ഈ സ്വിച്ച് ക്ലോസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു അനലോഗ് സിഗ്നൽ ആണ്. ഓക്കെ, അപ്പൊ അനലോഗ് സിഗ്നൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ ഈ സെക്ഷൻ വരെ എത്തുന്നുണ്ട്. ബട്ട് ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് ആ സിഗ്നൽ കിട്ടണമെങ്കിൽ ദ സ്വിച്ച് ഷുഡ് ബി ക്ലോസ്ഡ് അല്ലെ? ആ ഒരു കണ്ടീഷനിൽ മാത്രമേ ഔട്ട്പുട്ടിൽ സിഗ്നൽ കിട്ടുള്ളൂ. ബട്ട് ഈ സ്വിച്ച് എന്താണ്, കണ്ടിന്യൂസ്ലി ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത് അല്ലെ? ആ സ്വിച്ച് ഈ ടി എസ് സെക്കൻഡ്സിൽ എന്ത് ചെയ്യും, ഈച്ച് ടി എസ് സെക്കൻഡ്സിൽ അത് ക്ലോസ് ചെയ്യും, ദെൻ അഗൈൻ ഓപ്പൺ, ക്ലോസ്, ഓപ്പൺ, അങ്ങനെ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എക്സ് ഓഫ് ടി നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, അതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ്. ബട്ട് എപ്പോഴൊക്കെയാണോ ഈ സ്വിച്ച് ക്ലോസ്ഡ് ആകുന്നത്, ഈ സ്വിച്ച് എപ്പോഴൊക്കെയാണോ ക്ലോസ്ഡ് ആകുന്നത് ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. അത് ഓപ്പൺ ആകുന്ന സമയത്ത് വീണ്ടും ഔട്ട്പുട്ട് 0 ആയിരിക്കും. വെൻ ദ സ്വിച്ച് അഗെയിൻ ക്ലോസ്ഡ് ഔട്ട്പുട്ട് വിൽ ബി എ പെർട്ടിക്കുലർ വാല്യൂ. ഓക്കെ, വെൻ ഇറ്റ് ഇസ് ഓപ്പൺ ഔട്ട്പുട്ട് വിൽ ബി 0. അപ്പൊ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് നോക്കിയേ, ഔട്ട്പുട്ട് ഇതുപോലൊരു സിഗ്നൽ ആണ് കിട്ടുക. ഇൻപുട്ട് കൊടുത്ത കണ്ടിന്യൂസ് ടൈം സിഗ്നൽ കിട്ടില്ല. വൈ? ബിക്കോസ് ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ കണ്ടിന്യൂസ്ലി അല്ലെ? അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0 to 1 വരെ അത് ഓപ്പൺ ആണ്. ബിക്കോസ് ആ ഒരു ടൈം പീരീഡിൽ സ്വിച്ച് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കും. ബട്ട് അറ്റ് 1 എന്ന് പറയുന്ന സെക്കൻഡ്, ഓക്കെ, അത് എത്രയാകാം, നമ്മൾ ടി എസ് നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ. അപ്പൊ ആ വാല്യൂയിൽ എത്തുമ്പോഴത് ക്ലോസ് ചെയ്യും. സോ ഔട്ട്പുട്ട് വിൽ ബി ഒബ്റ്റൈൻഡ്. ഓക്കെ, അഗെയിൻ ഇറ്റ് ഓപ്പൺ, സോ 0, then again when it closed, corresponding output will be obtained. Okay, so x of t is the input analogous signal and x of nts is the output, which is a discrete time signal. അപ്പൊ ഇതാണ് സാമ്പിളിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ബേസിക് ലോജിക് ചിന്തിക്കുവാണെങ്കിൽ ഇതുപോലെയാണ്. സ്വിച്ച് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ കൺക്ലൂഡ് ചെയ്യാം? ഈ സ്വിച്ചിന്റെ ആ ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്, ആ ഒരു ടൈം പീരീഡ്, ആ ടി എസ് എന്ന് പറയുന്നത് ആ ഒരു ഫ്രീക്വൻസി ഹയർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽസ് എന്തായിരിക്കും? സംവാട്ട് സിമിലർ ടു ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും. ഇതുപോലെ കുറേ സാമ്പിൾസ് ഉണ്ടാവും. ആ സ്വിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന സിഗ്നൽസിന്റെ സാമ്പിൾസ് വളരെ ക്ലോസർ ആയിട്ട് ഇതുപോലെ കുറേ സാമ്പിൾസ് കിട്ടും. ഓക്കെ, ബട്ട് ഈ ആ ഒരു സ്വിച്ചിന്റെ സ്പീഡ്, സ്വിച്ച് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് റെഡ്യൂസ് ചെയ്യാണ്. അത്ര ഫാസ്റ്റിലല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് വളരെ കുറച്ച് സാമ്പിൾസ് ആയിരിക്കും. അവിടെ ഓരോ സാമ്പിളേ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ഏത് സാമ്പിളിനാണ് ആ ഇൻപുട്ട് സിഗ്നലിന് അതേപോലെ റിട്ടേൺ ചെയ്യാൻ പറ്റുക? ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന സിഗ്നലിന്റെ അതേ ഷേപ്പ് കിട്ടുക എപ്പോഴാണ്? ആ സാമ്പിളിംഗ് ഫ്രീക്വൻസി കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ? എപ്പോഴായിരിക്കും നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ഈ സൈൻ വേവിന്റെ അതേ ഷേപ്പിൽ ഏകദേശം അതേ സിമിലർ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന്റെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഹയർ ആകണോ അല്ലെ ലോവർ ആകണോ? ഐഡിയ മനസ്സിലായിട്ടില്ല. ഇവിടെ കാണിച്ചിരിക്കുന്നത് t is equal to ഒരു 2 സെക്കൻഡ്സിന്റെ ഔട്ട്പുട്ട് ആണ്. ഓക്കെ,
ടി എസ് എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? സാമ്പിളിംഗ് ഫ്രീക്വൻസി ആണ്. ടി എസ് എഫ് എസ് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ ടൈം പീരീഡ് കുറയും. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സിഗ്നൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഫ്രീക്വൻസി കുറയുമ്പോൾ എന്ത് ചെയ്യും? ടൈം പീരീഡ് കൂടും. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്, ഇപ്പൊ ഇതിൽ സാമ്പിളിംഗ് ഫ്രീക്വൻസി കൂടുതലാണ്, ഇതിന്റെ എഫ് എസ് കൂടുതലാണ്, വിച്ച് മീൻസ് ടി എസ് എന്താണ്? കുറവാണ്, ടൈം പീരീഡ് കുറവാണ്. അപ്പൊ സാമ്പിളിംഗ് ഫ്രീക്വൻസി കൂടുതലാണെന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ഫ്രീക്വന്റ്ലി ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് സാമ്പിൾസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സ്വിച്ച് ക്ലോസ് ആകുന്ന സമയത്തൊക്കെ നമുക്ക് സാമ്പിൾ കിട്ടും. അടുത്തടുത്തുള്ള ഇതുപോലുള്ള സാമ്പിൾസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് ഫസ്റ്റ് കേസ്. ഇവിടെ എന്താണ്? സാമ്പിളിംഗ് ഫ്രീക്വൻസീസ് ഹയർ. ഓക്കെ, ആൻഡ് സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യുക. സെക്കൻഡ് കേസിൽ സാമ്പിളിംഗ് ഫ്രീക്വൻസി കുറവാണ്. ആ സ്വിച്ച് ഫ്രീക്വന്റ്ലി അങ്ങനെ ക്ലോസ് ആൻഡ് ഓപ്പൺ ചെയ്യുന്നില്ല, സ്ലോലി ആണ് ചെയ്യുന്നത്. ബട്ട് അവിടെ ടൈം പീരീഡ് കൂടുതലാണ്. ഓക്കെ, സോ നമുക്ക് ഔട്ട്പുട്ട് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇതുപോലെയാണ് കിട്ടുന്നത് ഇങ്ങനൊരു സിഗ്നൽ. ഇവിടെ എന്താണ്? ടി എസ് ഹയർ ആണ് അല്ലേ? ഈച്ച് സിഗ്നൽസ് തമ്മിൽ ഡിസ്റ്റൻസ് ഇവിടെ കൂടുതലാണ്. വൈൽ കമ്പയറിംഗ് ഫസ്റ്റ് ഫിഗർ എയില് ഈച്ച് സിഗ്നൽസ് തമ്മിൽ ഡിസ്റ്റൻസ് കുറവാണ്, വിച്ച് മീൻസ് ടൈം പീരീഡ് ടി എസ് ഈസ് ലെസ്, ബട്ട് സാമ്പിൾ ഫ്രീക്വൻസി ഇസ് ഹയർ. സെക്കൻഡ് ഫിഗർ ബിയിലാണെങ്കിലോ ടൈം പീരീഡ് ടി എസ് ഈസ് ഹയർ ബട്ട് സാമ്പിളിംഗ് ഫ്രീക്വൻസി എഫ് എസ് ഈസ് ലോവർ. ഓക്കെ, ഇനി ഫിഗർ എ ആൻഡ് ബി, ഇതിൽ ഏതിലായിരിക്കും നമുക്ക് ആ ഇൻപുട്ട് ഏകദേശം ഇൻപുട്ടിന്റെ അതേ വേവിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത്, അതേ ഷേപ്പിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത് എവിടെയാ? ഹലോ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഏത് ഫിഗറിൽ? ഫിഗർ എ, ഫസ്റ്റ് വൺ, ദിസ് ഇസ് ഫിഗർ എ ആൻഡ് ദിസ് ഇസ് ഫിഗർ ബി, സെക്കൻഡ് വൺ ഫിഗർ ബി. ഏതിലാണ് സംവാട്ട് മോർ ക്ലോസർ ടു ദ ഇൻപുട്ട് വേവ് ഫോം? ആ ഒരു ഷേപ്പ് ഇൻപുട്ട് വേവ് ഫോമിനോട് അടുത്ത് വരുന്നത്. എല്ലാവരും കോൺസെപ്റ്റ് ചിന്തിച്ച് നോക്കി പറയൂ, ഏതിനായിരിക്കും? കൂടുതൽ സാമ്പിൾസ് വരുമ്പോഴാണോ അല്ലെങ്കിൽ കുറച്ച് സാമ്പിൾസ് വരുമ്പോഴാണോ? അനുശ്രീ, ഏതിനായിരിക്കും? ബി ആണോ? അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങക്ക്? ഞാൻ ചോദിക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്ന, ഇപ്പൊ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു അനലോഗ് സിഗ്നൽ ആണ്, ഈ എക്സ് ഓഫ് ടി ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സാമ്പിളിംഗ് കഴിഞ്ഞു, അതൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആക്കി, അതിനെ ക്വാണ്ടൈസേഷൻ കഴിഞ്ഞു, ക്വാണ്ടൈസ്ഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആക്കി, ദെൻ കോഡിംഗ് പ്രോസസ്സ് വഴി ഡിജിറ്റൽ കോഡ്സ് ആക്കി മാറ്റും. ആ ഡിജിറ്റൽ കോഡ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റിലേക്ക് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ ആ ഡിജിറ്റൽ കോഡ്സ് യൂസ് ചെയ്തു എന്തൊക്കെയാണോ നമ്മൾ ഫംഗ്ഷൻ ഡിസൈഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ അത് ചെയ്തു, അതിന്റെ ഔട്ട്പുട്ട് വിളിച്ചു എന്താണ്? ഡിജിറ്റൽ ഫോമിലാണ്. അതിനെ വീണ്ടും തിരിച്ച് നമ്മുടെ അനലോഗ് സിഗ്നൽസ് ആക്കണം അല്ലെ? നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കണം? ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഒരു വിഷ്വലോ ആണെങ്കിൽ അതൊക്കെ അനലോഗ് സിഗ്നൽസ് ആക്കി മാറ്റണം, കണ്ടിന്യൂസ് സിഗ്നൽസ് ആക്കണം അല്ലെ? അപ്പം അവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന അതേ ഇൻപുട്ടിന് അനുസരിച്ച് തന്നെയുള്ള ഔട്ട്പുട്ട് കിട്ടണം അല്ലെ? ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്താണോ അതേ സിഗ്നൽസ് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ വീണ്ടും തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റണം അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈൻ വേവ്, ഓക്കെ, ഇത് കൊസൈൻ വേവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കൊസൈൻ വേവ് കൊടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഡിസ്ക്രീറ്റ് ആണെങ്കിലും അതിന്റെ എൻവലപ്പ് വരച്ചാൽ, അതിന്റെ ബൗണ്ടറിയിൽ കൂടെ നമ്മുടെ ലൈന് വരച്ച് അത് സംവാട്ട് സിമിലർ ടു ഇൻപുട്ട് ആയിരിക്കണം, ഇൻപുട്ട് സിഗ്നലിന്റെ അതേ ഷേപ്പ് ആയിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ രണ്ട് കേസ് പറയുന്നത്, ഫസ്റ്റ് വൺ ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ ടി എസ് എന്തായാലും സ്വിച്ച് ക്ലോസ് ചെയ്തുകൊണ്ട് ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ തന്നെ 60 ടൈംസ്, ഇപ്പൊ 50 ഹെർട്സ് ആണെങ്കിൽ 60 ടൈംസ്
ഓപ്പൺ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രീക്വൻസി കുറയാന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ്സിൽ ഒരു 5 6 മാത്രമേ ഇത് ഓപ്പൺ ക്ലോസ് ചെയ്യുന്നുള്ളൂ. ഇത് ഫ്രീക്വൻസി കൂടുതലുള്ള കേസാണ് ഞാൻ പറയുന്നതെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇൻപുട്ട് സൈൻ ആണ് കൊടുക്കുന്നത്. അപ്പം സൈൻ ആദ്യം കൊടുത്തു, സ്വിച്ച് ക്ലോസ് ചെയ്തു, ഒരു ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്തു 0 ആയി. അപ്പോൾ തന്നെ അത് വീണ്ടും ക്ലോസ് ചെയ്തു, ഒരു ഔട്ട്പുട്ട് കിട്ടി. അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ആണ് ഔട്ട്പുട്ട് കിട്ടുക. സാമ്പിൾസ് കുറേ ഉണ്ടാവും, അടുത്തടുത്ത് സാമ്പിൾസ് വരും. ഇതുപോലെയാണ് സിഗ്നൽസ് കിട്ടുക. അപ്പോൾ ഈച്ച് സാമ്പിൾസ് തമ്മിലുള്ള ടൈം പീരീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. TS കുറവായിരിക്കും, FS കൂടുതലായിരിക്കും. ഓക്കെ, സെക്കൻഡ് കേസ് പറയുന്നത് FS കുറവാണ്, ആ സ്വിച്ചിങ് ഫ്രീക്വൻസി കുറവാണ്. സോ അതിന്റെ ടൈം പീരീഡ് TS കൂടുതലാണ്. സോ വേവ് ഫോം വിൽ ബി ഇവിടെ ഒന്നുണ്ടാകും, ഇവിടെ ഒന്നുണ്ടാകും, ചിലപ്പോൾ ഇവിടെ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും. ആ ഷേപ്പ് നമുക്ക് നീറ്റായിട്ട് പറയാൻ പറ്റില്ല. മറിച്ച് ഫസ്റ്റ് കേസ് നോക്കിയേ, ശരിക്കും അതിന്റെ എൻവലപ്പ് വരക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ സിഗ്നൽ തന്നെ കിട്ടും. സെക്കൻഡ് കേസ് നോക്കിയേ, ഇത് കൊടുക്കുന്ന തന്നെ കിട്ടുമോ നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം ഇനിയിപ്പോ ഇങ്ങനെയല്ല, വളരെ കുറവാണ്, സാമ്പിളിംഗ് പീരീഡ് വളരെ കുറവാണെങ്കിൽ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, അതുപോലെ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇത് വെച്ചിട്ട് നമുക്ക് ശരിക്കും സൈൻ വേവ് വരക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ കോൺസെപ്റ്റ് മനസ്സിലായോ? സ്വിച്ചിങ് ഫ്രീക്വൻസി കൂടുമ്പോൾ നമുക്ക് അടുത്തടുത്ത് സാമ്പിൾസ് വരും. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഏകദേശം ഇൻപുട്ട് സിഗ്നലിന് അതേപോലെ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, മറിച്ച് സാമ്പിളിംഗ് ഫ്രീക്വൻസി കുറവാണ്, ടൈം പീരീഡ് കൂടുതലാണ്. ടൈം പീരീഡ് കൂടുതലാണെന്ന് വെച്ചാൽ ഈച്ച് സാമ്പിൾസ് തമ്മിലുള്ള ടൈം പീരീഡ് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടിയാൽ നമുക്ക് നീറ്റ് ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്ത സിഗ്നലിലേക്ക് ബാക്ക് വരാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് കൂടെ ഓർത്ത് വെക്കുക. ഇപ്പൊ ക്ലിയർ ആണോ? അതിനെ കൂടുതൽ ആ സാമ്പിളിംഗ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ആക്ച്വലി ഇതാണ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഫ്രീക്വൻസി, സാമ്പിളിംഗ് ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ്, അത് തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആൻഡ് നമുക്ക് എങ്ങനെ ആയിരിക്കണം ആ ഒരു സാമ്പിളിംഗ് ഫ്രീക്വൻസി. ഓക്കെ, നമുക്ക് ആ ഒറിജിനൽ സിഗ്നൽ റിട്ടേൺ ചെയ്യണമെങ്കിൽ സാമ്പിളിംഗ് ഫ്രീക്വൻസിന്റെ കണ്ടീഷൻ എന്താണ്, അതാണ് നമ്മൾ സാമ്പിളിംഗ് തിയറത്തിൽ പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് അപ്പം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. then ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇപ്പം പറഞ്ഞ ആ ഒരു പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ്. The switch S is closed for a very short duration of time in every t seconds. Therefore, we will get a sampled sequence xn of ts. Okay, x of n ts. Output where n is equal to 0, 1, 2, 3, etc. Okay, number of samples ആണ് n കാണിക്കുന്നത്. And ts is called sampling period or sampling interval. Okay, ts is called sampling period or sampling interval. Okay, and 1 by ts is what? That is sampling frequency. Okay, and ts is the time interval between successive samples. ഓരോ സാമ്പിൾസും തമ്മിലുള്ള ടൈം ഇന്റർവെല്ലിനെയാണ് നമ്മൾ ts എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സാമ്പിളിംഗ് പീരീഡ് ഓർ സാമ്പിളിംഗ് ഇന്റർവൽ. Okay, ts is called the sampling period or sampling interval, and it is the time interval between the successive samples. Okay, അപ്പോൾ ts എന്താണെന്ന് ഓർത്ത് വെക്കുക. And what is sampling frequency? It is the rate at which sampling is done. It is the rate at which sampling is done. That is fs is equal to 1 by ts. Okay, where ts is the sampling period. So ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. fs എന്താണ്? സാമ്പിളിംഗ് ഫ്രീക്വൻസി ആണ്. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സാമ്പിളിംഗ് ഈസ് ഡൺ. ആൻഡ് ts is the sampling period or sampling interval. Okay, which is the interval between successive samples. Okay, അപ്പോൾ അത് ഓർത്ത് വെക്കുക. Okay, then in the process of sampling, one important factor to be considered is that the signal sampling rate fs must be kept sufficiently high so that the original signal can be reconstructed from its samples. Okay, that is an important point. And then in the process of sampling, one important factor to be considered is that sampling frequency or signal sampling rate. Sampling frequency and signal sampling rate, that is fs, so അതാണ് ഞാൻ തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തായിരുന്നു അതിന്റെ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഹൈ ആയിട്ട് വെക്കണം. ഫസ്റ്റ് കേസ് ഫിഗർ A. ഓക്കെ, ഇതുപോലെ ഹൈ ആയി വെക്കണം.
അങ്ങനെ ഹൈ ആക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒറിജിനൽ സിഗ്നലിനെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതവിടെ ചെയ്ത് ഫൈനലി അത് റീകൺസ്ട്രക്ട് ചെയ്യണം. ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നൽ തന്നെ നമുക്ക് ഫൈനലി റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കണമെങ്കിൽ അതിന്റെ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഓർ സിഗ്നൽ സാമ്പിളിംഗ് റേറ്റ് എഫ്എസ് മസ്റ്റ് ബി ഹയർ. ഓക്കെ, അതാണ് സാമ്പിളിംഗ് തിയറം പറയുന്നത്. അത് വരും, അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലേ. ആ ഒരു സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കണം. റീകൺസ്ട്രക്ട് ചെയ്ത് അതേ സിഗ്നൽ എടുക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കിട്ടിയിരിക്കുന്ന സിഗ്നൽ കറക്റ്റ് ആണ്, അത് അത്രയും അക്യുറേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ആ സിഗ്നൽ ഷേപ്പ് മാറി അതിന്റെ സിഗ്നലിൽ വേറെ വാല്യൂസ് വന്നു, അതിന്റെ വാല്യൂ എന്തായി മാറി. സോ നമുക്ക് അത്രയ്ക്ക് അക്യുറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഒറിജിനൽ സിഗ്നൽ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ എടുക്കണമെങ്കിൽ അതിന്റെ സാമ്പിളിംഗ് റേറ്റ് ഹയർ ആയിരിക്കണം. Okay, therefore sampling rate should be sufficiently large to preserve the information contained in the continuous time signal. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കണ്ടിന്യൂസ് ടൈം സിഗ്നലിലെ ആ ഒരു ഇൻഫർമേഷൻ അത് പ്രിസർവ് ചെയ്ത് വെക്കണം. അത് അതുപോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മുടെ സാമ്പിളിംഗ് റേറ്റ് എപ്പോഴും ഹയർ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നൽസ് അല്ല, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് വേറൊരു ഷേപ്പ്, ചെറിയൊരു ഷേപ്പ് വേരിയേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ അതിന്റെ സാമ്പിളിംഗ് ഫ്രീക്വൻസി കുറവാണ് കൊടുത്തത്, സോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇൻപുട്ടിലെ അതേ സിഗ്നലിന്റെ ഷേപ്പ് അല്ല, വേറൊരു സിഗ്നലാണ് കിട്ടിയതെങ്കിൽ ആ സിഗ്നലിൽ കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ അവിടെ തന്നെ റിട്ടേൺ ചെയ്ത് നിൽക്കുന്നുണ്ടാവും, ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ ലോസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോയ്സ് എൻറ്റർ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ അവോയ്ഡ് ചെയ്ത് പക്ക നമ്മൾ കൊടുത്തിരിക്കുന്ന സിഗ്നൽ തന്നെ ഔട്ട്പുട്ട് കിട്ടണം. അതിലുള്ള ഇൻഫർമേഷൻ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മുടെ സാമ്പിളിംഗ് റേറ്റ് ഷുഡ് ബി സഫിഷ്യൻ്റ്ലി ലാർജ്. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ ബൈ സാമ്പിളിംഗ് തിയറം. അതാണ് സാമ്പിളിംഗ് തിയറത്തിൽ പറയുന്നത്. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ വരച്ചതുപോലെ തന്നെ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് കേസ് നോക്കൂ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കേസ് എ എന്ന് മാർക്ക് ചെയ്ത കേസ് നോക്കും. അതിൽ ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ടി ആണ്, ഒരു കൊസൈൻ സിഗ്നൽ ആണ്. അത് നമ്മൾ സാമ്പിളിംഗ് ചെയ്തു. അവിടെ സാമ്പിളിംഗ് ടൈം ടി എസ് എന്ന് പറയുന്നത് 0.25 സെക്കൻഡ്സ് ആണ്. 0.25 സെക്കൻഡ്സ് ആണ്. ഓക്കെ, ആൻഡ് ഫ്രീക്വൻസി എഫ് എസ് എന്ന് പറയുന്നത് 4 കിലോ ഹെർട്സ് ആണ്, 4 ഹെർട്സ് ആണ്. വിച്ച് മീൻസ് 1 സെക്കൻഡ്സിൽ 4 ടൈംസ് അത് സാമ്പിളിംഗ് റേറ്റ് വരും. ഓക്കെ, 4 ഹെർട്സ് ആണ്. അതിന്റെ ഔട്ട്പുട്ട് നോക്കിയേ, നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഓക്കെ, ഒരു ടി എസ് എത്ര 4 സാമ്പിൾസ് വരും. ഓക്കെ, എഫ് എസ് ഈക്വൽ ടു 4 ഹെർട്സ് ആണ്, സോ ടി എസ് ഈക്വൽ ടു 0.25 ആണ്. അപ്പോൾ ഒരു 0.25 എത്തുന്ന സമയത്തേക്ക് എന്ത് ചെയ്യും, 4 സാമ്പിൾസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ നെക്സ്റ്റിലും 4 സാമ്പിൾസ് ഉണ്ടാവും. ഇതുപോലെയാണ് ഇതിന്റെ സാമ്പിളിംഗ് വരുന്നത്. ഇനി സെക്കൻഡ് കേസ് ബി നോക്കിയേ, ഇൻപുട്ട് എക്സ് ഓഫ് ടി സിമിലർ ഇൻപുട്ട് ആണ്. ഇവിടെ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ടി എസ് ഇസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആണ്. സാമ്പിളിംഗ് പീരീഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. ഫസ്റ്റ് 0.2 കുറവായിരുന്നു. ുള്ള ടൈം ഇന്റർവൽ 1 സെക്കൻഡ് ഉണ്ട്. സോ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ഹെർട്സ് ആണ്. 1 ഹെർട്സ് മീൻസ് 1 സൈക്കിളിൽ 1 സെക്കൻഡിൽ ഒറ്റ ഒരു സാമ്പിൾ മാത്രം. ഓക്കെ, സോ അതിന്റെ ഔട്ട്പുട്ട് നോക്കിയേ, ഇവിടെ ഒരു സാമ്പിൾ ഉണ്ടാവും, ദെൻ ഒരു 1 സെക്കൻഡ് കഴിഞ്ഞിട്ടേ നെക്സ്റ്റ് സാമ്പിൾ ഉണ്ടാവുള്ളൂ. ആ 1 സെക്കൻഡ് മീൻസ് ഇവിടെ 1 സെക്കൻഡ് എത്തുമ്പോഴേക്കും അത് 0 ആയി. ഓക്കെ, ഫസ്റ്റ് എന്താണ് 0ൽ 1 ഉണ്ടായി, അത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ദെൻ ഇത്രയും ടേമിൽ അത് സ്വിച്ച് ക്ലോസ്ഡ് ആണ്, അവിടെയൊക്കെ 0 ആണ്. ദെൻ അതൊരു 1 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പൺ ആകുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ സ്വിച്ച് ഓപ്പൺ ആണ്. ഇനി സ്വിച്ച് വീണ്ടും ക്ലോസ് ആകുമ്പോഴേക്ക് ഇൻപുട്ട് സിഗ്നൽ അവിടെ 0 ആയി, സോ ഇവിടെ 0 കിട്ടും. ഓക്കെ, ആൻഡ് അഗെയിൻ ഒരു 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സാമ്പിൾ വരുന്നത്, അത് അഗെയിൻ 0 ആണ്. ഓക്കെ, അത് അഗെയിൻ 0 ആണ്. ഇൻപുട്ട് ഒരു 1 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് 2 സെക്കൻഡ്സ് ആയി, അപ്പോഴേക്കും എന്താ ഇൻപുട്ട് സിഗ്നൽ അവിടെ 0 ആയി, സോ ഇവിടെ അഗെയിൻ 0. സോ നമുക്ക് എന്താണ് ഇവിടെ ഒരു 10 എന്നുള്ളൊരു വാല്യൂ കിട്ടും, ദെൻ 2 zeros കിട്ടും. ഈ സിഗ്നല് നമ്മുടെ ഇൻപുട്ട് സിഗ്നലുമായിട്ട് സിമിലർ ആണോ? ബി കേസിൽ നോക്കിയേ, സിമിലർ ആണോ? സിഗ്നലിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണോ?
ഹലോ, ഞാൻ ഓഡിയബിൾ അല്ലേ? ഹലോ ഹലോ, ഞാൻ ഓഡിയബിൾ അല്ലേ? വോയിസ് കട്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓഡിയബിൾ അല്ലേ? ഇവിടെ നോക്കിയേ, ഫിഗർ എ ഉണ്ട്, ഫിഗർ ബി ഉണ്ട്. ഫിഗർ എ ആണെങ്കിൽ അവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന സിഗ്നൽ നോക്കൂ. 0 എന്ന് പറയുന്ന സമയത്ത് അതിന്റെ വാല്യൂ 10 ആണ്. അതിനൊരു 1 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് 1 എത്തുമ്പോഴത് എഗെയിൻ 0 ആയി. എഗെയിൻ ഒരു 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് 2 എത്തുമ്പോഴത് 0 ആയി. അതാണ് അതിന്റെ സിഗ്നൽ. ഇത് നമ്മൾ സാമ്പിളിംഗ് ചെയ്യാണ്. ആ സാമ്പിളിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന TS എന്ന് പറയുന്നത് 0.25 സെക്കൻഡ്സ് ആണ്. 0.25 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് കിട്ടുന്ന ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിലെ ഈച്ച് സാമ്പിൾസ് തമ്മിലുള്ള ടൈം ഇന്റർവൽ 0.25 സെക്കൻഡ്സ് ആണ്. ഓക്കെ, സോ ഇവിടെ 0 to 1 എന്ന് പറയുന്ന സമയം വരെ 0.25 സെക്കൻഡ്സ് ആണ് സാമ്പിളിംഗ് പീരീഡ് എങ്കിൽ 4 സാമ്പിൾസ് ഉണ്ടാവും അല്ലെ? 1ല് 0.25 എത്രയാ? 0.25 ഇൻറ്റു 4 ആണ് 1. സോ 4 സാമ്പിൾസ് ഉണ്ടാകും. ഓക്കെ, ദെൻ അതിന്റെ ഫ്രീക്വൻസി നോക്കിയേ. 1/2.25 ആണെങ്കിൽ 4 ഹെർട്സ് ആണ്. 4 ഹെർട്സ് മീൻസ് 1 സൈക്കിളിൽ അല്ലെങ്കിൽ 1 സെക്കൻഡിൽ 4 സാമ്പിൾസ്. ഓക്കെ, 1 സെക്കൻഡിൽ 4 സാമ്പിൾസ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ഫിഗർ ആണ് കിട്ടുക. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നോക്കൂ. സെക്കൻഡ് കേസ് സിമിലർ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ സാമ്പിളിംഗ് ചെയ്യാണ്, ബട്ട് സാമ്പിളിംഗ് റേറ്റ് മാറി. അല്ലെങ്കിൽ സാമ്പിളിംഗ് പീരീഡ് TS is equal to 1 സെക്കൻഡ് ആയി, വിച്ച് മീൻസ് TS കൂടി. ഓക്കെ, ഫ്രീക്വൻസി എന്തായി? 1 ഹെർട്സ് ആയി. 1/1 1 ആണ്. സോ ഫ്രീക്വൻസി കുറഞ്ഞു. ഇവിടെ TS എന്താണ്? കുറവാണ്, ബട്ട് ഫ്രീക്വൻസി കൂടുതലായിരുന്നു. ഇവിടെ എന്താണ്? TS കൂടി, ബട്ട് ഫ്രീക്വൻസി കുറഞ്ഞു. സാമ്പിളിംഗ് റേറ്റ് കുറഞ്ഞു, ബട്ട് സാമ്പിളിംഗ് പീരീഡ് കൂടി. അപ്പൊ TS equal to 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് കിട്ടുന്ന ഡിസ്ക്രീറ്റ് സിഗ്നൽസിലെ സാമ്പിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സാമ്പിൾസ് തമ്മിലുള്ള ടൈം ഇന്റർവെൽ 1 സെക്കൻഡ് ആണ് അല്ലെ? ആദ്യത്തെ കേസിൽ അത് 0.25 സെക്കൻഡ്സ് ആയിരുന്നു. അതുകൊണ്ട് ഓരോ 0.25 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഓരോ സാമ്പിൾസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് കേസിൽ. ബട്ട് ഇവിടെ ഒരു 1 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ സാമ്പിൾ വരുള്ളൂ. അപ്പൊ നോക്കിയേ, സ്റ്റാർട്ടിങ് 0-ല് 10 വന്നു. ഓക്കെ, 10 വന്നു. ദെൻ ഒരു 1 സെക്കൻഡ് കഴിഞ്ഞിട്ടേ നെക്സ്റ്റ് സാമ്പിൾ വരൂ. അപ്പോഴേക്ക് വാല്യൂ എന്താണ്? 0 ആണ്. 0. ദെൻ എഗെയിൻ ഒരു 1 സെക്കൻഡ് കഴിഞ്ഞിട്ടേ അടുത്ത സാമ്പിൾ വരുള്ളൂ. അപ്പോഴേക്ക് എഗെയിൻ 0 ആണ്. ഓക്കെ, അപ്പൊ നേരത്തെ ഒരു സെക്കൻഡിൽ തന്നെ 4 സാമ്പിൾസ് വന്നെടുത്ത് ഇവിടെ ഒരു സെക്കൻഡിൽ ഒറ്റ സാമ്പിളേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഫിഗർ നോക്കിയേ. ആ വേവ് ഫോം നമ്മൾ ഇതുപോലെ അതിന്റെ എൻവലപ്പ് എടുത്ത് വരക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഷേപ്പാണ് വരിക. ഇതാണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന സിഗ്നല്? ഇൻപുട്ട് നമ്മൾ ഒരു കൊസൈൻ സിഗ്നൽ അല്ലേ കൊടുത്തിരിക്കുന്നത്? ഒരു കോസ് വേവ് ഫോം അല്ലേ കൊടുത്തിരിക്കുന്നത്? അതാണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്? ഫസ്റ്റ് കേസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സൈനസോഡൽ സിഗ്നലിന് സിമിലർ ആയിട്ട് തന്നെയുള്ളൊരു വേവ് ഫോം ആണ് അതിന്റെ എൻവലപ്പ് എടുത്ത് വരച്ചാൽ നമുക്ക് കിട്ടുക. ബട്ട് സെക്കൻഡ് കേസിൽ അങ്ങനെയാണോ? അല്ല അല്ലെ? അത് ഫിഗർ കണ്ടോ? നമുക്ക് ഈ സെക്കൻഡ് കേസിലുള്ള ഈ ഔട്ട്പുട്ട് നമുക്ക് അതിന്റെ ഇൻപുട്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ ഡിഫിക്കൽട്ട് അല്ലേ? നോക്കൂ, അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ അവിടെ ലോസ് ചെയ്ത് പോയി. ബട്ട് ഫസ്റ്റ് കേസ് ആണെങ്കിൽ നോക്കിയേ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന സിഗ്നലിന് സിമിലർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് ആ ഒറിജിനൽ സിഗ്നൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. സിഗ്നൽസ് ഒന്നും ലോസ് ചെയ്യില്ല, അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ അവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് സെക്കൻഡ് കേസ് ആണെങ്കിൽ എന്താണ്? സിഗ്നലിന്റെ ഷേപ്പ് ഒക്കെ മാറി അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ ലോസ് ചെയ്തു. നമുക്ക് അതിൽ നിന്ന് ഒറിജിനൽ സിഗ്നൽ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ ഡിഫിക്കൽട്ട് ആണ്, അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ഒരു സാമ്പിളിംഗ് തിയറി എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ എപ്പോഴും ഒരു സാമ്പിളിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സിഗ്നലിന്റെ ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ടി, ഇതാണ് എക്സ് ഓഫ് ടി. ഈ ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ടിയുടെ മാക്സിമം ഫ്രീക്വൻസിനെക്കാളും ട്വൈസ് എങ്കിലും കൂടുതലായിരിക്കണം നമ്മുടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി. സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നലിന്റെ ആയിരിക്കണം. അക്കോർഡിംഗ് ടു സാമ്പിളിംഗ് തിയറം പറയാൻ 2 ടൈംസ് ആയിരിക്കണം. സാമ്പിളിംഗ് റേറ്റ് ഹയർ ആക്കി വെച്ചാലാണ് ഒറിജിനൽ സിഗ്നൽസ് അതേപോലെ
റിട്ടേൺ ചെയ്യാൻ പറ്റും, അതേപോലെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക. അത് എങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ പ്രിസർവ് ചെയ്ത് നിൽക്കുള്ളൂ. ഓക്കെ, സോ സാമ്പിളിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് സാമ്പിളിംഗ് തിയറം. Okay, and there are many ways to sample a continuous time signal. നിങ്ങൾക്ക് സ്ലൈഡ് ചേഞ്ച് ആയിട്ടില്ലേ? There are many ways to sample a continuous time signal. Some techniques are impulse train sampling ഉണ്ട്, natural sampling ഉണ്ട്, flat top sampling ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പൾസ് ട്രെയിൻ സാമ്പിളിംഗ് മെത്തേഡ് ആണ്. Okay, impulse train sampling method. In impulse train sampling method, the given continuous signal x of t is multiplied with a periodic impulse train function p of t to get a sampled output discrete time sequence x of nts. എന്താ പറയുന്നത്? ഒരു ഇമ്പൾസ് ട്രെയിൻ സാമ്പിളിംഗ് മെത്തേഡിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു കയ്യിലൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഉണ്ടാവും എക്സ് ഓഫ് ടി, ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് എ പീരിയോഡിക് ഇമ്പൾസ് ട്രെയിൻ ഫംഗ്ഷൻ പി ഓഫ് ടി. ഒരു ഇമ്പൾസ് ട്രെയിൻ ഫംഗ്ഷൻ, പീരിയോഡിക് ഇമ്പൾസ് ട്രെയിൻ ഫംഗ്ഷൻ പി ഓഫ് ടി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ് കിട്ടുന്നത്. ഞാൻ നേരത്തെ സ്വിച്ച് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു പറഞ്ഞത്, അത് നിങ്ങൾക്ക് ബേസിക് ലോജിക് മനസ്സിലാവാൻ പറഞ്ഞതാണ്. ഓക്കെ, ബട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇമ്പൾസ് ട്രെയിൻ സാമ്പിളിംഗ് മെത്തേഡ് ആണ്. അതിൽ നമ്മുടെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് പീരിയോഡിക് ഇമ്പൾസ് ട്രെയിൻ ഫംഗ്ഷൻ പി ഓഫ് ടി. ഓക്കെ, നമുക്കറിയാം എന്താണ് ഇമ്പൾസ് സിഗ്നൽ എന്ന് അറിയാം അല്ലെ, ഡോ ഓഫ് ടി ആണ്. അപ്പൊ ഡോ ഓഫ് ടി ആണെങ്കിൽ എന്താണ്, സീറോയിൽ മാത്രം ഒരു സിഗ്നൽ ഉണ്ടാവും, അതിന്റെ വാല്യൂ 1 ആണ് അല്ലെ. ഇതല്ലേ നമ്മുടെ ഡോ ഓഫ് ടി എന്ന് പറയുന്നത്, ഇമ്പൾസ് സിഗ്നൽ. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിന് സീറോയിൽ മാത്രം 1 ഉണ്ടാവും. അതിനെ നമ്മൾ ഡോ ഓഫ് ടി മൈനസ് എൻ ടി എസ് എന്ന് പറഞ്ഞ് ഷിഫ്റ്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, ടി മൈനസ് എൻ ടി എസ്, ഈ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. അപ്പൊ അത് എൻ പോസിറ്റീവ് ആണെങ്കിൽ ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, എൻ നെഗറ്റീവ് ആണെങ്കിൽ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ല. അപ്പൊ ഇതാണ് എന്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പി ഓഫ് ടി, പീരിയോഡിക് ഇമ്പൾസ് ട്രെയിൻ ഫംഗ്ഷൻ. നമ്മൾ ഇമ്പൾസ് സിഗ്നലിനെ നമ്മൾ ഇതുപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യിച്ചതാണ് വിത്ത് നമ്പർ ഓഫ് സാമ്പിൾസ്. അതിൽ ടി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈച്ച് സിഗ്നൽ തമ്മിലുള്ള ആ ഒരു ടൈം പീരീഡ്, ഇതാണ് ടി എസ്. ഓക്കെ, അപ്പൊ പി ഓഫ് ടി നമുക്ക് ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. പി ഓഫ് ടി ഇസ് ഈക്വൽ ടു summation of n is equal to minus infinity to infinity dou of t minus n ts. Okay, where ts is a sampling period, n is the number of samples. Okay, so ഇതാണ് ആ ഒരു പീരിയോഡിക് ഇമ്പൾസ് ട്രെയിൻ. അപ്പൊ ഇതുപോലെയുള്ള ഒരു സിഗ്നലുമായിട്ട് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ, കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യിക്കും. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്തായിരിക്കും, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ള സിഗ്നൽസ് ആയിരിക്കും. ക്ലിയർ ആയോ? അതാണ് ഇമ്പൾസ് ട്രെയിൻ സാമ്പിളിംഗ് മെത്തേഡ്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് നോക്കൂ, കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് മൾട്ടിപ്ലയർ. അവിടെ നമ്മൾ എന്തൊക്കെയാണ്, സാമ്പിളിംഗ് ഫംഗ്ഷനുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ടൈം എക്സ് ഓഫ് ടി ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് സാമ്പിളിംഗ് ഫംഗ്ഷൻ ആൻഡ് വി വിൽ ഗെറ്റ് ദ സാമ്പിൾഡ് ഡിസ്ക്രീറ്റ് ടൈം ഔട്ട്പുട്ട്. ഓക്കെ, നമുക്ക് ഇതുപോലൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ കൊടുക്കും, ഇതുപോലൊരു ഇമ്പൾസ് ട്രെയിൻ, പീരിയോഡിക് ഇമ്പൾസ് ട്രെയിനുമായിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും, ഔട്ട്പുട്ട് വിൽ ബി എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഇതാണ് ഇമ്പൾസ് സാമ്പിളിംഗ് മെത്തേഡ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് സാമ്പിളിംഗ് തിയറം എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കണം. നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ സാമ്പിളിംഗ് തിയറം. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലിയാസിംഗ് എഫക്ട് എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും, എന്താണ് നിക്വസ്റ്റ് റേറ്റ് ഓഫ് സാമ്പിളിംഗ് എന്ന് മനസ്സിലാവും. സാമ്പിളിംഗ് തിയറം പഠിച്ചാൽ മതി, അത് പഠിച്ചാൽ ആലിയാസിംഗും അറിയാൻ പറ്റും, നിക്വസ്റ്റ് റേറ്റ് ഓഫ് സാമ്പിളിംഗും എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. Roll number 1. Okay.